നമ്മൾ അതിമനോഹരമായ ഒരു സാക്ഷ്യം കേൾക്കാൻ പോവുകയാണ്. ഈ നിൽക്കുന്ന മിനി സൗഖ്യം പ്രാപിച്ചിട്ട് 18 വർഷം ആയി. 18 വർഷം. ഹെമൻജോമിയ എന്ന രോഗം നട്ടലിന് ബാധിച്ച് അരയ്ക്ക് കീഴ്പോട്ട് തളർന്നു പോയ വ്യക്തിയായിരുന്നു. അന്ന് ഞാൻ പാമ്പാടിയിൽ ഗുഡ് ന്യൂസിൽ ധ്യാനം നടത്തുന്ന കാലം. അന്ന് 2007 ധ്യാനത്തിന് വന്നു. അവിടെ പുറകിൽ കട്ടിലിൽ കിടന്ന് ധ്യാനിച്ചതാണ്. അന്ന് പ്രാർത്ഥനയിൽ അത്ഭുതമായ ദൈവശക്തി കടന്നു വന്ന് മിനിയെ കർത്താവ് എഴുന്നേൽപ്പിച്ചു. ഇപ്പോൾ 18 വർഷമായി കർത്താവ് നൽകിയ ഒരു അത്ഭുത രോഗശാന്തി. അരക്കീഴ്പോട്ട് തളർന്നു പോയതാണ്, പൂർണ്ണക്കിടപ്പായിരുന്നു. ഹീൽ ചെയ്ത ആളാണ് ഈ നിൽക്കുന്നത്. ഒന്ന് കരമടിച്ച് കർത്താവിനെ മുഖത്തപ്പെടുത്താമോ? ആ മനോഹരമായ ആ സൗഖ്യത്തിൻ്റെ അനുഭവം നമുക്ക് ഇപ്പോൾ ഒന്ന് കേൾക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ വീട് മണർകാട്ടാണ്. ഞാൻ 2007 ഗുഡ് ന്യൂസ് ധ്യാന കേന്ദ്രത്തിൽ വരുമ്പോൾ എന്നെ എടുത്തോണ്ടാണ് വരുന്നത്. ഒന്നുമില്ല, ഇവിടുന്ന് താഴോട്ട് കംപ്ലീറ്റ് തളർന്ന് എന്നെ അന്ന് ഹാളിൻ്റെ പുറകുവശത്ത് ഒരു ബെഡൊക്കെ ഇട്ട് അവിടെ കൊണ്ട് കിടത്തി. സത്യം പറഞ്ഞാൽ എനിക്ക് അത്ര വലിയ വിശ്വാസമൊന്നുമില്ല. അന്നേരം ധ്യാനത്തെക്കുറിച്ചൊന്നും എനിക്ക് അത്ര അറിവൊന്നുമില്ല, എനിക്കത്ര വിശ്വാസവും ഇല്ല. പക്ഷേ എന്നെ കൊണ്ടുവന്ന ആൾക്ക് നല്ല വിശ്വാസമായിരുന്നു. എൻ്റെ ഒരു കസിനാണ് എന്നെ കൊണ്ടുവന്നത്. അവിടുത്തെ ആ ധ്യാനത്തിൽ ഇങ്ങനെ കിടക്കുമ്പോഴൊക്കെ എല്ലാവരും എന്നെ വന്ന് കാണും, നോക്കും. സത്യം എല്ലാവരും നടക്കുന്ന കാണുമ്പോൾ എനിക്ക് സങ്കടമാണ്, ഞാൻ കിടക്കുമല്ലേ. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതി, ഈശോ എന്നെ സൗഖ്യമാക്കാനായിട്ടുള്ള ഒരു വഴിയായിരുന്നു അത്. ആ രോഗം എന്നുപോലും ഞാൻ ഓർക്കുമായിരുന്നു. ഞങ്ങളവിടെ കിടന്നു. ആദ്യത്തെ ദിവസം കഴിഞ്ഞു, രണ്ടാമത്തെ ദിവസം കഴിഞ്ഞു, അങ്ങനെ 4 ദിവസമായി. ഞായറാഴ്ച ആയപ്പോഴത്തേക്കിന് എന്നെ തിരിച്ചു കൊണ്ടുപോകും. അപ്പം എഴുന്നേറ്റ് ഇരിക്കുമ്പോഴൊക്കെ നോക്കുമ്പം കാലിന് അനക്കമൊന്നുമില്ല, ഒരു വിരൽ പോലും അനങ്ങത്തില്ല. എന്നെ ആരെങ്കിലും എഴുന്നേൽപ്പിച്ചിരുത്തിയാൽ എന്നെ പിടിച്ചുകൊണ്ടിരുന്നില്ലെങ്കിൽ ഞാൻ മറിഞ്ഞു വീഴും. അങ്ങനെ വീട്ടിലൊക്കെ കിടക്കുമ്പം ഫിസിയോതെറാപ്പിയുടെ ഭാഗമായിട്ട് എന്നെ ഒരു പലകയെ കയറ്റി കിടത്തിയിട്ട് അതിൻ്റെ 4 വശത്തും കാലിൻ്റെ അടിയിലും അരയ്ക്കും ഇവിടെയും ഒരു കെട്ട് കെട്ടിയിട്ട് ആ പലകയോടുകൂടി എന്നെ ചാരി ഇരുത്തി ഇങ്ങനെ ജനലെ പിടിച്ച് നിർത്തും. അതിലേതെങ്കിലും ഒരു കെട്ട് അഴിഞ്ഞു പോയാൽ ഞാൻ അറിയുന്നില്ല, താഴോട്ടങ്ങ് ഊർന്നു പോകും. അങ്ങനത്തെ അവസ്ഥയിലാണ് എന്നെ ധ്യാനത്തിന് കൊണ്ടിരുന്നത്. അങ്ങനെ ഞായറാഴ്ച എല്ലാ ദിവസവും പ്രാർത്ഥനയിൽ അതിശക്തമായിട്ട് എനിക്ക് ഭയങ്കരമായ അനുഭവങ്ങളുണ്ട്. അതിൽ ഞായറാഴ്ച എന്നെ കൊണ്ടുപോകാൻ വരുമ്പോൾ ഞാൻ എഴുന്നേറ്റ് ഇരിക്കുക. അപ്പം എൻ്റെ ഹസ്ബൻഡ് വന്നിച്ച് എന്നോട് പറഞ്ഞു, നീ നോക്കിക്ക്, വിരൽ വല്ലതും അനങ്ങുന്നുണ്ടോ നോക്കിക്കുകയെന്ന് ചോദിക്കുമ്പോൾ നോക്കുമ്പോൾ എൻ്റെ വിരലുകളെല്ലാം അനങ്ങി തുടങ്ങി. എന്നെ എഴുന്നേൽപ്പിച്ച് നിർത്തി. അപ്പോൾ ഞാൻ എൻ്റെ 2 കാലും കൊണ്ടും ഒരു സപ്പോർട്ടും ഇല്ലാതെ എഴുന്നേറ്റ് നിന്നു. അങ്ങനെ അതിശയമായിട്ട് ഞാൻ എഴുന്നേറ്റ് നിന്നു. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ വീട്ടിൽ പോയി. അങ്ങനെ പിറ്റേ മാസം, അപ്പോൾ അന്ന് ഡോക്ടർ പറഞ്ഞു വിട്ടത് 1 മാസം കഴിഞ്ഞ് ചെന്നപ്പം പറഞ്ഞു, അന്ന് 4 പേരെ ഓപ്പറേഷൻ ചെയ്തു, അതിൽ ഒരാൾ മാത്രമേ എഴുന്നേറ്റിട്ടുള്ളൂ, ഇനി കിട്ടാൻ പ്രയാസമാണെന്നാണ് പറഞ്ഞു വിട്ടത്. പക്ഷേ 3 മാസമായപ്പം ഞാൻ എൻ്റെ 2 കാലും കൊണ്ട് നടന്നാണ്. ഞാൻ അമൃത ഹോസ്പിറ്റലിലാണ് എന്നെ ഓപ്പറേഷൻ ചെയ്തത്. വലിയ അത്ഭുതമാണല്ലോ എന്ന് ഡോക്ടർ പോലും പറഞ്ഞു. അങ്ങനെ 18 വർഷമായിട്ട് എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ എല്ലാ കാര്യങ്ങളും, എൻ്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. നടക്കുന്നതിനോ ഇരിക്കുന്നതിനോ ഒന്നിനും എനിക്കൊരു പ്രയാസവും ഇല്ല. നട്ടെല്ലിൻ്റെ ഓപ്പറേഷൻ ചെയ്ത് 3 കണ്ണി മാറ്റി വെച്ചിരിക്കുകയാണ്. എങ്കിലും ദൈവം എന്നെ അത്ഭുതകരമായിട്ട് ഇത്രത്തോളം നടത്തി. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ഓർക്കുക. എനിക്കൊരു മോനുണ്ട്, ഹസ്ബൻഡും ഉണ്ട്. രണ്ടാമത് ഒരു കുഞ്ഞുണ്ടായപ്പോഴാണ് ഈ അസുഖം വന്നത്. കുഞ്ഞ് വയറ്റിൽ കിടന്നപ്പോഴാണ് ഈ രോഗം. എനിക്ക് കാലിന് ബലക്കുറവ് വന്നത്. അങ്ങനെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ MRI എടുത്തു. കുഞ്ഞിനെ വയറ്റിലിട്ടുകൊണ്ട് തന്നെ MRI ചെയ്തു. MRI ചെയ്തപ്പോഴാണ് നട്ടെല്ലിനകത്ത് ഹെമൻജോമിയ എന്നൊരു അസുഖമാണെന്നും ആ ഹെമൻജോമിയ ഈ കുഞ്ഞ് വയറ്റിലുണ്ടായിരുന്നത് കൊണ്ട് അത് അവിടെ ഇരുന്ന് പൊട്ടിയിട്ട് കാലിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ നിന്ന് പോയി. അതുകൊണ്ടാണ് എനിക്ക് കാലിന് ബലക്കുറവ് വന്നെന്നാണ് പറഞ്ഞത്. അങ്ങനെ കുഞ്ഞിനെ ഓപ്പറേഷൻ ചെയ്തെടുത്തു. കുഞ്ഞിനെ കിട്ടിയില്ല ഞങ്ങൾക്ക്. അത് 2 ദിവസം കഴിഞ്ഞപ്പോൾ കുഞ്ഞ് മരിച്ചുപോയി. അതിന് ശേഷമാണ് ഈ കുഞ്ഞിനെ വയറ്റിലിട്ടുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. കാരണം ഒത്തിരി മണിക്കൂർ നേരത്തെ ഓപ്പറേഷൻ ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഓപ്പറേഷൻ ചെയ്തു. അത് കഴിഞ്ഞ് അന്നത്തേന് കംപ്ലീറ്റ് തളർന്നു പോയിരുന്നു. കുഞ്ഞിനെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേന് കംപ്ലീറ്റ് തളർന്നു പോയി. അതിന് ശേഷമാണ് ഓപ്പറേഷൻ ചെയ്തത്. അപ്പോൾ കംപ്ലീറ്റ് തളർന്നു പോയത് കൊണ്ട് കിട്ടാൻ പ്രയാസമാണെന്നാണ് അന്ന് ഡോക്ടർമാർ പറഞ്ഞത്. പക്ഷേ ഈശോയ്ക്കൊന്നും അസാധ്യമല്ലല്ലോ. നമുക്ക് തരുവാനായിട്ട് അവിടെ നിന്ന് മനസ്സ് വെച്ചാൽ എല്ലാം തരുവാൻ ശക്തനാണ്. നമ്മൾ കണ്ണുനീരോടെ വിതച്ചാൽ നമുക്ക് ആർപ്പോടെ കൊയ്യുവാനായിട്ട് ഈശോ നമുക്ക് അമിതമായി ശക്തമായി തരും എന്നുള്ളതിനൊരു
തെളിവാണ് ഞാൻ. അന്ന് എൻ്റെ മോന് 27 വയസ്സായിരുന്നു. ഇന്ന് എൻ്റെ മോന് 24 വയസ്സ് കഴിഞ്ഞു. അവൻ സിവിൽ എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യുന്നു. ഈശോ ഞങ്ങളെ ഒത്തിരി അനുഗ്രഹിച്ചു. നന്ദി പറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ മുറിവിൽ സൗഖ്യമുണ്ട്. 1 പത്രോസ് 2:24. അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും വലിയൊരു സ്പർശനമാണ് മിനിയുടെ സൗഖ്യം. ഞാൻ ഇന്ന് ഓർക്കുന്നു, അന്നവിടെ കട്ടിൽ തളർന്നു കിടക്കുമ്പോൾ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ശരീരത്തോടെ ഒരു കറണ്ട് അടിക്കുന്ന ഒരു ഇലക്ട്രിസിറ്റി കടന്നു വന്നൊരു അനുഭവം ഞാൻ എപ്പോഴും ഓർക്കുന്നത്. കാലൊക്കെ വിറയ്ക്കുന്നത് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഞാൻ കാണുന്നുണ്ട്. ശരീരമൊക്കെ വിറച്ച് പിന്നെ എഴുന്നേപ്പിച്ച് നിർത്തുമായിരുന്നു. ആൾ നടക്കാൻ തുടങ്ങി. അസാധാരണമായൊരു അത്ഭുത രോഗശാന്തിയാണ് കർത്താവ് നൽകിയത്. ഇപ്പോൾ 18 വർഷം പൂർത്തിയായി. ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. കർത്താവിന് നമുക്ക് മഹത്വം കൊടുക്കാം. യേശു അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഞങ്ങൾ ഹൃദയത്തിൽ ഒന്ന് വിശ്വസിക്കുക, നിങ്ങൾക്ക് വേണ്ടി അവൻ അത്ഭുതങ്ങൾ ചെയ്യും. എന്ത് രോഗമായിക്കൊള്ളട്ടെ, കർത്താവിൻ്റെ മുറിവിൽ സൗഖ്യമുണ്ട്.